ഒന്നുമില്ലാതെ ഇങ്ങനെ വന്ന് അടുക്കളയിൽ വന്നിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ദോശമാണെങ്കിൽ ഞാൻ ചൂടാ. അയ്യോ എന്തിന്? നീ ചുമ്മാ എപ്പോഴും ഇവിടെ ദോശക്കകത്ത് കിടന്ന് മറിയണത്. എന്റെ അടുക്കള പറഞ്ഞ മതി. ഞാൻ ദോശ ചൂടും. ശരിക്ക് ചേട്ടൻ അറിഞ്ഞു അതായില്ല. ഇന്നിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞു. പിങ്കി കൊടുക്കല്ലേ നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വളരെ സ്നേഹത്തോടാണ് ഇവിടെ വന്നത്. പക്ഷെ എന്റെ സ്നേഹം ഒറ്റയടിക്ക് അടപ്പിച്ചളയില്ല. പിങ്കി പുങ്കി എന്നെല്ലാം പറഞ്ഞു. ചുമ്മാ കേട്ടാ നമ്മളിങ്ങനൊക്കെ പറയുമ്പോഴത്തേക്കും കൃത്യ പെണ്ണ് പ്രത്യക്ഷപ്പെടും, കേട്ടോണ്ട് വരും, മോഹം കുറിപ്പിച്ചോണ്ട് വരും. ഞാൻ അപ്പോഴേ പറഞ്ഞു ചേട്ടൻ അറിഞ്ഞുകൂടാ ഇങ്ങോട്ട് എന്നെ പഠിപ്പിച്ച. പക്ഷെ ഇനിയിപ്പോ ഇത് എന്തോ നീ ഇത് കളയാനേ പറ്റും. അത് ഉപ്പുമാണെന്ന് പറഞ്ഞാൽ അവള് തിന്നോളൂ. അതിലിട്ട് കൊടുത്താൽ ഒരു കാര്യം ചെയ്ത് എന്തു ചേട്ടാ കാണിക്കണേ? എന്തോ ഞാൻ കാണിച്ച് ചുമ്മാ ആ പെണ്ണ് കുട്ടിച്ചാത്തനാണത്. അതുകൊണ്ട് തോന്നുന്നു കുട്ടിച്ചാത്തിന് ഉമ്മയെ കിട്ടുന്നുണ്ട്. ചേട്ടാ അവള് മുട്ട വിഷയക്കാരിയാണ്. അവക്ക് ഇത് കണ്ട അപ്പ ഭ്രാന്തൊടി. എനിക്കറിയണ്ട ആ പെണ്ണങ്ങനെ ഒരു വട്ടുണ്ട്. സത്യം ലവ് ബേർഡ്സിനെല്ലോ വാങ്ങിച്ച കൂട് പറഞ്ഞോളൂ ഒന്നിനെ പറത്തി വിടുമല്ലോ. ആ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒന്നും ചേരത്തൊന്നുമില്ല. ഇങ്ങനെ ഞാൻ വെറുതെ എന്തിനിപ്പോ വന്നത്? ഞാൻ ചുമ്മാ. നിനക്കൊന്നും തോന്നുന്നു? എനിക്കൊന്നും തോന്നല്ല. ഞാൻ ഈ മുഖം വെച്ച കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല. നല്ല സുന്ദരമായ ഇറങ്ങി പോടി. ഫുഡൊന്നും ആയില്ല. പിന്നല്ല ഞാൻ എന്റെ ഭാര്യ നീ എന്തിനു പറഞ്ഞു? നിന്റെ നീ എത്ര വർഷം പറഞ്ഞു അങ്ങനെ വന്നിക്കില്ലെന്ന്? നിങ്ങൾ എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണേ? നീ വന്ന സമയം കണ്ട ദോശ കിണ്ടി പറഞ്ഞ് ഇതിപ്പോ കൊത്തു ദോശ എങ്ങനെ കിണ്ടി പറയാതെ കാണ്ടാമൃഗത്തിന്റെ തൊലിയാണ് വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒന്ന് പോടി വന്ന്. ഞാൻ കണ്ട് നിങ്ങൾക്ക് നാണമില്ലേ? നിനക്ക് നാണമില്ലേ? അത് അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? എന്തിന്? പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ള ഉള്ള വീടാണെന്ന് അറിയാമോ? അതുകൊണ്ട് എവിടെ കേട്ടോ അത്? എവിടെ എന്തോന്നു പ്രായപൂർത്തിയായത്? നിനക്കറിയാമോ നിനക്ക് പ്രായപൂർത്തിയായെന്ന്? അപ്പൊ നീ പിന്നെ എന്തിനാ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? പൊക്കിക്കൂടി. ഒരു ഭാര്യയും ഭർത്താവ് സ്നേഹിച്ചോണ്ടിരിക്കുന്നു. എടാ നീ ശരിക്കും ഇപ്പൊ എന്തിനാണ് ഇവിടെ വന്നത്? ഫുഡ് കഴിക്കാനാണോ അതോ നമ്മളെന്തോ സംസാരിക്കണം നുളിഞ്ഞു കേൾക്കാനാണ്? പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന നേരത്തെ ഞാൻ ഗണിച്ചറിഞ്ഞു. എടി സാധാരണ നീ ഡൈനിങ് ടേബിളല്ലേ ഇരിക്കുള്ളൂ. നീ ഇവിടെ വരെ ഒന്ന് അന്വേഷിച്ചു. നീ അടുക്കളയിലോട്ട് കാല് കുത്തുന്നതേ കുറവാണല്ലോ. അത് സാധാരണയല്ലേ. ഇന്ന് ഞാൻ ഇച്ചിരി അസാധാരണമായിട്ട് ചെയ്യാൻ. അതെനിക്ക് തോന്നി. നമ്മളെപ്പോ ഒരുമിച്ച് സംസാരിച്ചാലും നീ അസാധാരണമായിട്ട് മാറും. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത്. ഓ